പിടിയിലായ സൗമ്യ കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റി. ജയിലിലെ ഏകാന്ത സെല്ലിലായിരിക്കും ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുക. വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെയുള്ളത്. കണ്ണൂർ ജയിലിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും വെട്ടിച്ച് കടന്നുകളഞ്ഞ ഗോവിന്ദച്ചാമി ഇനി വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ. രാവിലെ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട സംഘം 5 മണിക്കൂറിലേറെ സമയമെടുത്ത് ഉച്ചയോടെയാണ് വിയ്യൂരിലെത്തിയത്. ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കി ഗോവിന്ദച്ചാമിയെ ഏകാന്ത സെല്ലിൽ അടച്ചു. 3 ഘട്ടങ്ങളിലായുള്ള സുരക്ഷയാണ് വിയ്യൂർ ജയിലിലുള്ളത്. 4.2 മീറ്ററാണ് സെല്ലുകളുടെ ഉയരം. ചുറ്റും CCTV ക്യാമറകളുണ്ട്. തടവിലുള്ളവർക്ക് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയില്ല. ഭക്ഷണം എത്തിച്ചു നൽകും. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പുറത്തു പോകാനാവില്ല. ബാത്റൂം സെല്ലിൽ തന്നെ. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിൽ. ഇതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലി. മതിലിന് പുറത്ത് 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവറും. 24 മണിക്കൂറും നിരീക്ഷണത്തിന് ആയുധധാരികളുമുണ്ട്. ഗോവിന്ദച്ചാമിയെ പോലുള്ള കൊടും കുറ്റവാളികളെ ഇത്തരം സുരക്ഷാ ക്രമീകരണത്തിലൂടെ അഴിക്കുള്ളിലിടാൻ സാധിക്കും എന്നാണ് അധികൃതർ പറയുന്നത്. അപ്പോഴും ജയിലിലെ ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവ് ആശങ്കയാണ്. കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ ഫലപ്രദമായി സുരക്ഷ ഒരുക്കാൻ കഴിയൂ എന്ന് മുൻ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ 1 തൃശൂർ.